ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് നോക്കുന്നത് ലെറ്റസ് മാർച്ച് കൈലാസ് സത്യാർത്ഥിൻ്റെ ചാപ്റ്ററാണ്. കൈലാസ് സത്യാർത്ഥി ലോകത്തിലെ കുട്ടികളുടെ അവകാശങ്ങൾക്കായി പോരാടിയ മഹത്തായ മനുഷ്യനാണ്. 2014 അദ്ദേഹം നൊബേൽ പീസ് പ്രൈസ് 2014 നേടി. ബാലവേല, കുട്ടിക്കച്ചവടം, വിദ്യാഭ്യാസ നിഷേധം എന്നിവയ്ക്കെതിരായ സമരത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. ഈ പ്രസംഗം മനുഷ്യരാശിയുടെ കുട്ടികളോട് സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനുമായി ഒരുമിച്ച് മുന്നോട്ടു പോകാൻ ആഹ്വാനം ചെയ്യുന്നു. Shared Nobel Prize 2014 with Malala Yousafzai for their struggle against the suppression of children and young people and for the right of all children to education. Born in 1954 in Vidisha, Madhya Pradesh, left job as electrical engineer, surname name Disowned Sharma, took Satyarthi Seeker of Truth organization, founder of Bachpan Bachao Andolan, BBA and Goodwill Achievement. BBA has refused more than 1 lakh children from child labor and trafficking. Global March Against Child Labor, United People across 103 countries. ILO Convention 182 on worst forms of child labor. Satyarthi's march led to its adoption. He believes that education is the key to emancipation. The greatest crime in the world is stealing children's dream. He declares his war of non-violence against child labor and child trafficking. Based on Gandhian mode of protest, a civilized society has no room for slavery, trafficking, child marriage, child labor, sexual abuse and illiteracy. The future of the world is synonymous with the freedom of children around the world. I am representing here the sound of silence, the cry of innocence and the face of invisibility. ഇവിടെ കൈലാസ് സത്യാർത്ഥി പറയുന്നത് ശബ്ദമില്ലാതെ വേദന അനുഭവിക്കുന്ന കോടിക്കണക്കിന് കുട്ടികളുടെ പ്രതിനിധിയായാണ് താൻ നിൽക്കുന്നതെന്ന്. സൗണ്ട് ഓഫ് സൈലൻസ്, ആരും കേൾക്കാത്ത കുട്ടികളുടെ നിശബ്ദ വേദന. ക്രൈ ഓഫ് ഇന്നസെൻസ്, നിരപരാധികളായ കുട്ടികളുടെ കരച്ചിൽ. ഫേസ് ഓഫ് ഇൻവിസിബിലിറ്റി, സമൂഹം കാണാതിരിക്കുന്ന കുട്ടികൾ. കുട്ടികളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും സമൂഹം കാണാതെ പോകുന്നെന്ന ശക്തമായ സന്ദേശമാണ് ഈ വഴി നൽകുന്നത്. I have come here only to share the voices and dreams of our children because they are all our children. ലോകത്തിലെ എല്ലാ കുട്ടികളും മനുഷ്യരാശിയുടെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ അവർ ചിൽഡ്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെയോ മതത്തിൻ്റെയോ കുട്ടികളല്ല, മുഴുവൻ ലോകത്തിൻ്റെയും കുട്ടികളാണെന്ന ആശയം പ്രകടിപ്പിക്കാനാണ്. ഇതിൻ്റെ പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ലോകം ഒന്നിച്ച് പ്രവർത്തിക്കണം. In the first smile of freedom on their beautiful faces, I see the God smiling. ബാലവേലയിൽ നിന്ന് മോചിതരായ കുട്ടികളുടെ മുഖത്തിലെ ആദ്യ പുഞ്ചിരി ദൈവത്തിൻ്റെ പുഞ്ചിരി പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കുട്ടികളുടെ സ്വാതന്ത്ര്യം എന്ന മഹത്തായ കാര്യമാണെന്നും അദ്ദേഹം കാണിക്കുന്നു. കുട്ടികളെ രക്ഷിക്കുന്നത് മനുഷ്യ സേവനം മാത്രമല്ല, ദൈവസേവനവുമാണ്. There is no greater violence than to deny the dream of our children. ഒരു കുട്ടിയുടെ സ്വപ്നം തകർക്കുന്നതിലും വലിയ ക്രൂരതയില്ലെന്ന് അദ്ദേഹം പറയുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കുന്നത്, ബാലവേല ചെയ്യിപ്പിക്കുന്നത് കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നു. ബാലവേല ഭാവി നശിപ്പിക്കൽ, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, അതാണ് എൻ്റെ ഐഡിയ. I refuse to accept that the world is so poor when just 1 week of global military expenditure can bring all the children to classrooms. ലോകം ദരിദ്രമല്ല, പണം തെറ്റായ കാര്യങ്ങൾക്കാണ് ചെലവാക്കുന്നതെന്നാണ് ഈ വരിയുടെ അർത്ഥം. ഒരാഴ്ചത്തെ സൈനിക ചെലവ് മാത്രം കുറച്ചാൽ ലോകത്തിലെ എല്ലാ കുട്ടികളെയും സ്കൂളിൽ എത്തിക്കാനാകുമെന്നും അദ്ദേഹം പറയുന്നു. യുദ്ധത്തിനേക്കാൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. ലോകത്തിലെ സാമ്പത്തിക അസമത്വത്തെ വിമർശിക്കുന്നു. ലെറ്റ്സ് വർക്ക് ടുഗെദർ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് ഗ്ലോബൽ പ്രോഗ്രസ്. നോട്ട് എ സിംഗിൾ പേഴ്സൺ ഷുഡ് ബി ലെഫ്റ്റ് ഔട്ട് ഓർ ലെഫ്റ്റ് ബിഹൈൻഡ്. മനുഷ്യ പുരോഗതിക്കായി എല്ലാവരും ഒരുമിച്ച് നടക്കണമെന്നാണ് സന്ദേശം. ഒരു കുട്ടിയെയെങ്കിലും പിന്നിലാക്കരുത്. ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, ഇക്വാലിറ്റി, എഡ്യൂക്കേഷൻ. ലെറ്റ് സ്പീക്ക് ടുഗെദർ, ലെറ്റ് അവർ മൈൻഡ്സ് കം ടുഗെദർ. ലോകം വിഭജിക്കപ്പെടാതെ ഒന്നാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ജ്ഞാനം പങ്കുവെച്ച് മനുഷ്യരാശിയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കണം. ഐക്യവും സഹകരണവും മാത്രമാണ് ലോകത്തെ രക്ഷിക്കാൻ കഴിയുക. ഇമ്പോർട്ടൻറ്റ് സ്റ്റോറീസ് എക്സ്പ്ലെയിൻഡ്. ഒന്നാമത്തെ, ഹിമാലയാസ് ചൈൽഡ് ലേബറർ. ഒരു ചെറിയ കുട്ടി ചോദിക്കുന്നു, ഇസ് ദ വേൾഡ് സോ പുവർ ദാറ്റ് ഇറ്റ് കനോട്ട് ഗിവ് മീ എ ടോയ് ആൻഡ് എ ബുക്ക്. കളിക്കാനും പഠിക്കാനുമുള്ള പ്രായത്തിൽ കുട്ടികളെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്ന സമൂഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ഓരോ കുട്ടിക്കും പുസ്തകവും കളിപ്പാട്ടവും ലഭിക്കണം. ബാലവേല മനുഷ്യാവകാശ ലംഘനമാണ്. രണ്ടാമത്തെ, സുഡാനെ ചൈൽഡ് സോൾജിയർ. യുദ്ധത്തിൽ കുട്ടികളെ ഉപയോഗിക്കുന്ന ക്രൂരതയെക്കുറിച്ചാണ് ഈ കഥ. കുട്ടി ചോദിക്കുന്നു, വാട്ട് ഈസ് മൈ ഫോൾട്ട്. കുട്ടികൾ യുദ്ധത്തിൽ പങ്കില്ല, എന്നാൽ അവർ ഇരകളാകുന്നു. കുട്ടികൾക്ക് സമാധാനപരമായ ജീവിതം ലഭിക്കണം. മൂന്നാമത്തത്, ചൈൽഡ് മദർ ഫ്രം കൊളംബിയ. അടിമത്തത്തിനും പീഡനത്തിനും ഇരയായ പെൺകുട്ടി ചോദിക്കുന്നു, ക്യാൻ മൈ ചൈൽഡ് ഹാവ് വൺ ഡ്രീം. സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടാലും തൻ്റെ കുഞ്ഞിന് നല്ല ഭാവി വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. ഒരു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷയും സ്വപ്നവുമാണ്. റിലീജിയസ് സിംബൽസ്. Jesus said, let the children come to me, do not hinder them, for the kingdom of God belongs to them. The Holy Quran says, kill not your children because of poverty. ഇതിൽ ജീസസ് പറയുന്ന കുട്ടികൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് ബൈബിളിൽ പറയുന്നു. ഖുറാൻ പറയുന്നത് കിൽ നോട്ട് യുവർ ചിൽഡ്രൻ ബിക്കോസ് ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിൻ്റെ പേരിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന സന്ദേശം. എല്ലാ മതങ്ങളും കുട്ടികളുടെ സംരക്ഷണത്തിന് പിന്തുണയ്ക്കുന്നു.
People he dedicated the award to Kalu Kumar Domdas and Adar Kishore from India, Iqbal Masi from Pakistan, called them martyrs who made the supreme sacrifice for protecting the freedom and dignity of children. Core message and philosophy. Main aim. My only aim is in life is that every children is free to be a child, free to grow, eat, sleep, laugh, cry, play, learn, go to school and dream. Refusal to accept. I refuse to accept that the shackles of slavery can ever be stronger than the cause for freedom. Biggest crisis, fear and intolerance and the biggest challenges facing humankind. Role of education, rights, security, hope can only be restored through education. Education should give meaning to life and sense of global citizenship. മൈ ഓൺലി എയിം ഇൻ ലൈഫ് ഈസ് ദാറ്റ് എവറി ചൈൽഡ് ഈസ് ഫ്രീ ടു ബി ചൈൽഡ്. ഓരോ കുട്ടിക്കും കുട്ടിയായിരിക്കാനുള്ള അവകാശം വേണമെന്നാണ് കൈലാസ് സത്യാർത്ഥിയുടെ ജീവലക്ഷ്യം. അതെന്തൊക്കെയാണ്? സ്വതന്ത്രമായി വളരുക, വിശന്നിരിക്കാതെ ഭക്ഷണം കഴിക്കുക, കളിക്കുക, ചിരിക്കുക, കരയുക, സ്കൂളിൽ പോകുക, സ്വപ്നം കാണുക. ബാലവേലയും ദാരിദ്ര്യവും കുട്ടികളുടെ ബാല്യം കവർന്നെടുക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലെ ജോലി ഉപകരണമല്ല, പുസ്തകമാണ് വേണ്ടതെന്നാണ് ഈ വരിയുടെ അർത്ഥം പറയുന്നത്. ഐ റെഫ്യൂസ് ടു അക്സെപ്റ്റ് ദാറ്റ് ദ ഷെക്കിൾസ് ഓഫ് സ്ലേവറി ക്യാൻ എവർ ബി സ്ട്രോങ്ങർ ദാൻ ദ കോസ് ഫോർ ഫ്രീഡം. അടിമത്തത്തിൻ്റെ ചങ്ങലകൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ ഗ്രഹത്തേക്കാൾ ശക്തമാണെന്ന് താൻ ഒരിക്കലും വിശ്വസിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം സ്വാഭാവിക അവകാശമാണ്. കുട്ടികളെ അടിമകളാക്കുന്ന ഏത് സംവിധാനവും തകർന്നു പോകുമെന്നാണ് പറയുന്നത്. ഇവിടെ കോസ് ഫോർ ഫ്രീഡം മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെയും പ്രതീക്ഷയെയും സൂചിപ്പിക്കുന്നു. ഫിയർ ആൻഡ് ഇൻടോളറൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് ഫേസിങ് ഹ്യൂമൻകൈൻഡ്. ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമല്ല, ഭയവും അസഹിഷ്ണുതയുമാണെന്ന് അദ്ദേഹം പറയുന്നു. മതവിദ്വേഷം, ജാതി വിവേചനം, യുദ്ധം, ഭയം ഇവയാണ് കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നത്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ, റൈറ്റ്, സെക്യൂരിറ്റി, ഹോപ്പ് ക്യാൻ ഓൺലി ബി റിസ്റ്റോർഡ് ത്രൂ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം മാത്രമാണ് മനുഷ്യൻ്റെ അവകാശങ്ങളും പ്രതീക്ഷയും സുരക്ഷയും തിരികെ നൽകുന്നത്. വിദ്യാഭ്യാസം ജോലി നേടാനുള്ള മാർഗം മാത്രമല്ല, നല്ല മനുഷ്യനാകാനുള്ള ഒരു വഴിയുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ പുരോഗതി. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പൊതുസംഘടനകളുടെ പ്രവർത്തന ഫലമായി സ്കൂളിൽ പോകാത്ത കുട്ടികളുടെ എണ്ണം പകുതിയായി കുറഞ്ഞു. ബാലവേലക്കാരുടെ എണ്ണം മൂന്നിലൊന്ന് കുറഞ്ഞു. കുട്ടിമരണവും പോഷകാഹാരക്കുറവും കുറഞ്ഞു. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. ഇനിയും ലോകത്ത് നിരവധി കുട്ടികൾ ബാലവേല ചെയ്യുന്നു. വിദ്യാഭ്യാസം ലഭിക്കാതെ യുദ്ധത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഇരകളാണ്. പുരോഗതി ഉണ്ടായിട്ടും പോരാട്ടം അവസാനിക്കുന്നില്ല. ഹൂസ് ചിൽഡ്രൻ ആർ ദേ? അതായത് ഫുട്ബോൾ തുന്നുന്ന കുട്ടികൾക്ക് ഒരിക്കലും കളിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കുട്ടികളുടെ പ്രയത്നത്തെ ലോകം ചൂഷണം ചെയ്യുന്നു. ഹൂസ് ചിൽഡ്രൻ ആർ ദേ ഹൂ ഹാർവസ്റ്റ് കൊക്കോ യെറ്റ് ഹാവ് നെവർ ടേസ്റ്റഡ് ചോക്ലേറ്റ്? ചോക്ലേറ്റ് നിർമ്മിക്കാൻ സഹായിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ രുചി പോലും അറിയില്ല. ഇത് സാമൂഹിക അനീതിയുടെ ദാരിദ്ര്യത്തെയും വിമർശിക്കുന്നു. ഹൂസ് ചിൽഡ്രൻസ് ആർ ദേ ഹൂ ആർ ഡൈയിങ് ഓഫ് എംബോള? രോഗം മൂലം മരിക്കുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. ഹൂസ് ചിൽഡ്രൻസ് ആർ ദേ ഹൂ ആർ കിഡ്നാപ്ഡ് ആൻഡ് ഹെൽഡ് ഹോസ്റ്റേജ്? തട്ടിക്കൊണ്ടു പോകപ്പെടുന്ന കുട്ടികളുടെ വേദനയും മനുഷ്യരാശിയുടെ ഉത്തരവാദിത്തമാണ്. ദേ ആർ ഓൾ അവർ ചിൽഡ്രൻ. ലോകത്തിലെ എല്ലാ കുട്ടികളും നമ്മളുടെ സ്വന്തം കുട്ടികളാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ടൈനി ബേർഡ് സ്റ്റോറി അതിൽ പറയുന്നുണ്ട്. ഡ്യൂറിങ് ഫോറസ്റ്റ് ഫയർ ലയൺ റൺസ് ബട്ട് ടൈനി ബേർഡ് ക്യാരീസ് വൺ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഇൻ ബീക്ക് ടു എക്സ്റ്റിംഗ്വിഷ് ഫയർ. ലയൺ മോക്സ് ഇറ്റ്, ബേർഡ് സേസ് ഐ ആം ഡൂയിങ് മൈ ബിറ്റ്, മോറൽ ഇൻഡിവിജ്വൽ എഫോർട്ട് മാറ്റേഴ്സ്. ഒരു കാട്ടുതീ പടരുമ്പോൾ എല്ലാവരും ഓടിപ്പോവുകയാണ്. ഒരു ചെറിയ പക്ഷി തൻ്റെ കൊക്കിൽ ഒരു തുള്ളി വെള്ളം കൊണ്ടുപോയി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. സിംഹം പരിഹസിച്ചപ്പോൾ പക്ഷി പറയുന്നു, ഐ ആം ഡൂയിങ് മൈ ബിറ്റ്. ചെറിയ ശ്രമങ്ങൾക്കും വലിയ മാറ്റം സൃഷ്ടിക്കാനാവും. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനം അവിടെ പ്രധാനമാണ്. എനിക്ക് മാത്രം ചെയ്താൽ എന്തു മാറ്റം എന്ന ചിന്ത തെറ്റാണ്. പിന്നെ ഒരു 8-year-old ഗേൾ ഫ്രം സ്റ്റോൺ കോറി. ആഫ്റ്റർ റെസ്ക്യൂ ഷി ആസ്ക്ഡ്, വൈ ഡിഡ് യു നോട്ട് കം ഏർലിയർ? ഷോസ് അർജൻസി. ചിൽഡ്രൻ ആർ ക്വസ്റ്റ്യനിങ് അവർ ഇനാക്ഷൻ. സമൂഹത്തിൻ്റെ അനാസ്ഥയെ ചോദ്യം ചെയ്യുന്ന വരിയാണിത്. കുട്ടികൾ നമ്മുടെ മൗനത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ഇവിടെ. Cobbler boy story. On first day of school, Satyarthi saw a cobbler boy walking outside. Teachers had no answer why boy's father said, "We are born to work." This made Satyarthi angry. His vision that boy is in classroom. ദാരിദ്ര്യം മനുഷ്യരെ സ്വപ്നം കാണുന്നത് പോലും തടയുന്നു. സത്യാർത്ഥിയുടെ സ്വപ്നം ദാറ്റ് ബോയ് ഇൻ ഹിസ് ക്ലാസ് റൂം. അത് ഓരോ കുട്ടിയും സ്കൂളിൽ എത്തണം എന്നതാണ് കൈലാസ് സത്യാർത്ഥിയുടെ എയിം എന്ന് പറയുന്നത്. Where solutions lie not in conference alone but in small groups and local organizations and individuals who are confronting with the problem every day. Globalize compassion. We have globalized markets but lack compassion. Let us globalize compassion. Call for march, a march from exploitation to education, poverty to shared prosperity, slavery to liberty, violence to peace, ignorance to awakening, darkness to light, mortality to divinity. Let us march. ലെറ്റസ് ഗ്ലോബലൈസ് കമ്പാഷൻ. ലോകം വിപണിയെ ആഗോളമാക്കി, പക്ഷേ കരുണയെ ആഗോളമാക്കാൻ മറന്നു.
മനുഷ്യസ്നേഹം, സഹാനുഭൂതി, കൂട്ടായ ഉത്തരവാദിത്തം ഇവ ലോകമെമ്പാടും വ്യാപിക്കണം. ലെറ്റസ് മാർച്ച് ഇതൊരു വിപ്ലവാഹ്വാനമാണ്. മാർച്ച് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ, എഡ്യൂക്കേഷൻ, പോവർട്ടി, പ്രോസ്പെരിറ്റി, സ്ലേവറി, ലിബർട്ടി, വയലൻസ്, പീസ്, ഡാർക്ക്നെസ്, ലൈറ്റ്. ഇത് മനുഷ്യരാശിയുടെ പുരോഗതിയിലേക്കുള്ള യാത്രയാണ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ഗവൺമെൻറ്റ്സ്. കുട്ടികൾക്ക് അനുകൂലമായി നിയമങ്ങൾ ഉണ്ടാക്കണം. വിദ്യാഭ്യാസത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കണം. ബാലവേല ഒഴിവാക്കണം. ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണം. സിവിൽ സൊസൈറ്റി ആൻഡ് എൻജിഒസ് കുട്ടികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കണം. ഫെയ്ത്ത് ലീഡേഴ്സ് മതത്തിൻ്റെ പേര് വിഭജിക്കാതെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ജയിക്കണം. എവരി സിംഗിൾ മിനിറ്റ് മാറ്റേഴ്സ്, എവരി സിംഗിൾ ചൈൽഡ് മാറ്റേഴ്സ്. ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഓരോ കുട്ടിയുടെയും ബാല്യം വിലപ്പെട്ടതാണ്. ഐ ചലഞ്ച് ദിസ് കൾച്ചർ ഓഫ് സൈലൻസ്. അനീതിക്കെതിരെ മിണ്ടാതിരിക്കാൻ പാടില്ല എന്നാണ് സന്ദേശം. മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇഫ് വി ആർ ടു ടീച്ച് റിയൽ പീസ് ഇൻ ദിസ് വേൾഡ് വി ഷാൾ ഹാവ് ടു ബിഗിൻ വിത്ത് ദ ചിൽഡ്രൻ. ലോകസമാധാനം കുട്ടികളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. മേജർ തിങ് ദേ ആർ ഓൾ അവർ ചിൽഡ്രൻ. കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുകൾ, സ്ഥാപനങ്ങൾ, നിയമസ്ഥാപനങ്ങൾ എല്ലാവരും ഒന്നിക്കണം. തീം ഓഫ് ഹോപ്പ് ഫിയർസ് അർജൻസി. കുട്ടികൾക്ക് അവകാശങ്ങൾ ഇപ്പോൾ തന്നെ ലഭിക്കണം. ദ ഇമ്പോർട്ടൻറ്റ് വേർഡ് ടുഡേ. ഇത് അടിയന്തരതയെ സൂചിപ്പിക്കുന്നു. തീം ഓഫ് ഇൻഡിവിജ്വൽ ആക്ഷൻ. ടൈനി ബേർഡ് സ്റ്റോറിയെ പോലെ ചെറിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ബച്ചോൻ ബച്ചാവോ ആന്തോളൻ വഴി ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവിതം മാറ്റിയ കൈലാസ് സത്യാർത്ഥി സന്ദേശം വളരെ വ്യക്തമാണ്. എ ചൈൽഡ്സ് ഫ്രീഡം ഈസ് ദ ഫ്രീഡം ഓഫ് ഹ്യൂമാനിറ്റി. ഒരു കുട്ടിയുടെ കണ്ണീരിൽ മനുഷ്യരാശിയുടെ പരാജയമുണ്ട്. ഒരു കുട്ടിയുടെ പുഞ്ചിരിയിൽ ലോകത്തിലെ എല്ലാത്തിൻ്റെയും ഭാവിയുമുണ്ട്. കുട്ടികളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുന്ന സമൂഹമാണ് യഥാർത്ഥ സിവിലൈസ്ഡ് സമൂഹം. ഒരു കുട്ടിയുടെ കയ്യിൽ പുസ്തകം വന്നാൽ മാത്രമേ ലോകത്തിൽ സമാധാനം വരൂ. അതുകൊണ്ട് ലെറ്റസ് മാർച്ച്. ഇങ്ങനെ പറഞ്ഞാണ് കൈലാസ് സത്യാർത്ഥി ആ സ്പീച്ച് നിർത്തുന്നത്.